എല്ലാവർക്കും ദേവാങ്കണത്തിലേക്ക് സ്വാഗതം. ഈ ചാനൽ എല്ലാവരും കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. നമസ്കാരം. ഇന്ന് പറയാൻ പോകുന്നത് 7 നക്ഷത്രക്കാർക്ക് സർവ്വ ഐശ്വര്യം ഉണ്ടാകും എന്നതാണ്. ഈ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഈ 7 നക്ഷത്രക്കാർക്ക് മഹാദേവൻ്റെ അനുഗ്രഹത്താലാണ് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് ഇവരെപ്പോഴും മഹാദേവൻ്റെ മന്ത്രം ഉരുവിടുകയും മഹാദേവ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതാകുന്നു. അതിൽ ഈ 7 നക്ഷത്രങ്ങളും ഏതാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ചിത്തിര നക്ഷത്രമാണ്. ഇവർക്ക് തൊഴിൽ മേഖലയിൽ ഉയർച്ച ഉണ്ടാകുകയും മനപ്രയാസങ്ങളെല്ലാം വിട്ടൊഴിഞ്ഞ് കുടുംബത്തിൽ നല്ല ഐശ്വര്യമുണ്ടാകുകയും കുടുംബകലഹങ്ങളെല്ലാം മാറി മനസ്സമാധാനം ഉണ്ടാവുകയും ചെയ്യുന്നു. നല്ല അഭിവൃദ്ധിയും സാമ്പത്തിക നേട്ടങ്ങളും എല്ലാം ഉണ്ടാകുന്നതാണ്. രോഗാവസ്ഥയും എല്ലാം മാറപ്പെടുന്നതാണ്. ഇവരുടെ ഐശ്വര്യം കുതിച്ചുയരുന്നതാണ്. രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പൂയം നക്ഷത്രമാണ്. ഇവർക്ക് മഹാദേവൻ്റെ അനുഗ്രഹത്താൽ എല്ലാ കാര്യങ്ങളിലും അഭിവൃദ്ധി ഉണ്ടാകുകയും ഇവർ സാമ്പത്തികപരമായിട്ട് നല്ല ഉയർച്ചയിൽ എത്തുകയും ചെയ്യുന്നു. മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാർ വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിൽ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവുമെന്നാണ്. ഇവരെ മഹാദേവൻ ഐശ്വര്യ സമൃദ്ധിയായിട്ട് അനുഗ്രഹിച്ചിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. നാലാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ്. ഇവർക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ്. ഇവർക്ക് ഒരു കാര്യത്തിലും അലയേണ്ടി വരുന്നതില്ല. ഇവരെ ഭഗവാൻ അനുഗ്രഹിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അഞ്ചാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രാട നക്ഷത്രമാണ്. ഉത്രാട നക്ഷത്രക്കാർക്ക് നല്ല സമയമാണിത്. ഉത്രാട നക്ഷത്ര കാര്യസിദ്ധിയും ഉദ്ദേശ കാര്യസിദ്ധിയും ഉദ്ദിഷ്ടഫലവും എല്ലാം ലഭിക്കുന്നതാണ്. അവർക്ക് ശത്രുദോഷം മാറുകയും വിദേശവാസം സാധ്യമാവുകയും ചെയ്യുന്നു. ഇവർക്ക് ഭാഗ്യാനുഭവങ്ങൾ കൂടുതലായിരിക്കും. ഇവർ വിചാരിക്കുന്ന കാര്യങ്ങൾ, എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം നടപ്പിലാകുന്നതായിരിക്കും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും നല്ല സമയമാണ് ഉത്രാട നാളുകാർക്ക്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അനിഴം നക്ഷത്രമാണ്. ഇവർക്ക് നല്ല കാലമാണ്. ഇവർ കുറേ കാലമായി ആഗ്രഹിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നതിനും മനസ്സിലാഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും സാധിക്കുന്നതിനും എല്ലാത്തിനും നല്ല സമയമാണ് ഈ കാലം അവർക്ക്. മഹേശ്വരൻ്റെ കൃപയാൽ അവർക്ക് എല്ലാ കാര്യങ്ങളും സാധിച്ചു കിട്ടുന്നു. ഈ നാളുകാരെല്ലാവരും മഹാദേവനെ പ്രാർത്ഥിക്കുകയും മഹാദേവ ക്ഷേത്രത്തിൽ പോയി തൊഴുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യും. നന്ദി, നമസ്കാരം.